നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഈ ABC സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ തന്നെ അത് ഏൽക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ഇന്ന് തെരുവു നായ്ക്കളുടെ പ്രശ്നം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഞങ്ങളിന്ന് ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകൾക്ക് പ്രത്യേകിച്ചും ഇതിൻ്റെ അധികാരം ഗ്രാമപഞ്ചായത്തിനുൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാത് പ്രദേശങ്ങളിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്താണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം വളർത്തുമൃഗങ്ങളും അതോടൊപ്പം തന്നെ 3 ലക്ഷം വരെ വരുന്ന വീട്ടിൽ തെരുവു നായ്ക്കളും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയും സർവേയുമൊക്കെ ഞങ്ങൾ അങ്ങനെയാണിപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഒരു 5 വർഷം കൊണ്ട് ഇതിനെയൊക്കെ ഇന്ന് നിയന്ത്രണ വിധേയമാക്കി മാറ്റുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പോകുകയാണ്. നമുക്ക് ക്ഷീരകർഷകരോട് അവർ നല്ല നയ സമീപനം നമുക്ക് അവരോട് പുലർത്തണം എന്നുള്ളതാണ് പറയാൻ. അതിന് പകരം ഒരു സംവിധാനം ഞങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്, ഈ ബ്ലോക്കിൽ ആംബുലൻസ് കൊടുക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരു ഡ്രൈവർക്കും അറ്റൻഡർ അതിൽ കാണും. ഇത്തവണ മരുന്നും കൂടെ അതിനകത്ത് ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചു. കർഷകൻ ഇൻഷുറൻസ് 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. മരണപ്പെടുന്ന ക്ഷീരകർഷകൻ ആക്സിഡൻറ്റ് കൊണ്ട് മരണപ്പെടുന്ന ക്ഷീരകർഷകന് 7 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ്. അപ്പോൾ അതെല്ലാം ഈ കർഷകനെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ കണിച്ചുകുളങ്ങരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമെന്നും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളമെന്നും പശുക്കളെ വാങ്ങുന്നതിന് ക്ഷീരകർഷകർക്ക് എല്ലാ ജില്ലകളിലും പലിശരഹിത വായ്പ നൽകുമെന്നും ക്ഷീരമേഖലയിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണിച്ചുകുളങ്ങര വെറ്റിനറി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38,24,000 രൂപ ചെലവഴിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ABC സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് KG രാജേശ്വരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, A ശോഭ, V ഉത്തമൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG മോഹനൻ, KD മഹീന്ദ്രൻ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സന്തോഷ് ലാൽ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനബായി, വൈസ് പ്രസിഡന്റ് CC ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ N പ്രീത, സുഖലാൽ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ V സുജ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V ഷെരീഫ്, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ S രമ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.